ഷിരൂർ ദൗത്യം നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ശുഭസൂചനയല്ല അവിടെ നിന്ന് ലഭിക്കുന്നത്. ട്രക്കിനകത്ത് സജീവമായ മനുഷ്യ സാന്നിധ്യത്തിന്റെ സൂചനകളില്ല എന്നാണ് ഐബോർഡ് പരിശോധനയിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്. അതേസമയം ഈ പരിശോധന തുടരുകയാണ്, രാത്രിയിലും തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും പ്രതീക്ഷ ബാക്കി നിൽക്കുന്നു. അപ്പോഴും ഇപ്പോൾ വരുന്ന സൂചനകൾ ശുഭലക്ഷണം നൽകുന്നതല്ല. ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നുണ്ട് പുതിയ വിവരങ്ങളുമായി. ഹാഷ്മി, എപ്പോഴേക്ക് വാർത്താ സമ്മേളനം? എന്താണ് ലഭിക്കുന്ന സൂചനകൾ? വേണു, നമ്മൾ നേരത്തെ ഈ സമയം അത്രയും സംസാരിച്ച സംശയങ്ങൾക്കൊക്കെ ഉത്തരം നൽകാൻ കഴിയുന്ന ഒരു വാർത്താ സമ്മേളനം എന്ന നിലയ്ക്ക് തന്നെ വേണം ദൗത്യസംഘത്തിന്റെ വാർത്താ സമ്മേളനത്തെ കാണാൻ. എസ് പി പങ്കെടുക്കുന്നു, ജില്ലാ കളക്ടർ പങ്കെടുക്കുന്നു, ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നു. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിവസത്തെ രാവിലെ മുതൽ സംഭവിച്ചതിന്റെ ഒരു വൈൻഡപ്പ് അല്ലെങ്കിൽ ഒരു റൗണ്ട് അപ്പ് ഡീറ്റെയിൽസ് തരുന്ന ഒരു വാർത്താ സമ്മേളനം എന്ന നിലയ്ക്ക് തന്നെ വേണം ഈ വാർത്താ സമ്മേളനത്തെ കാണാൻ. ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ട് വേണു. അത് ഈ പറഞ്ഞ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ കൃത്യമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? 3 സ്പോട്ടുകൾ എന്ന് പറയുന്നത് വാഹനങ്ങൾ 3ആയി പിരിഞ്ഞതാണോ? ഈ തെർമൽ സ്കാനർ എന്തുകൊണ്ട് മനുഷ്യ സാന്നിധ്യം കണ്ടെത്തുന്നില്ല? അത് ആക്റ്റീവ് മനുഷ്യ സാന്നിധ്യം അല്ലാത്തതാണോ? എന്താണ് അർജുന്റെ യഥാർത്ഥ അവസ്ഥ? ഈ ക്യാബിൻ കണ്ടെത്താൻ എന്തുകൊണ്ടാണ് പ്രയാസം? എന്തുകൊണ്ടാണ് ഡൈവിംഗ് പ്രതിസന്ധി? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഈ ദിവസം ഉയർന്നുണ്ട്. കാര്യം ഈ ലോറി ഉയർത്തിയ ശേഷം നമ്മുടെ തൊട്ട് കയ്യകലത്തിൽ ഈ ലോറി കിടക്കുകയാണ്. ഈ ലോറി ഉയർത്താൻ കഴിയാത്ത എന്ത് എന്നുള്ളതിനെക്കുറിച്ച് വലിയ ആകാംക്ഷയും ഉത്കണ്ഠയും ഉയരുന്ന ഒരു സമയം കൂടിയാണ്. 10ാം നാളും ഈ ദൗത്യം പൂർത്തിയാക്കാതെ നിർത്തേണ്ടി വരുമോ എന്ന ഒരു ആശങ്കയുടെ സമയത്ത് ദൗത്യസംഘം വാർത്താ സമ്മേളനം നടത്താൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു യോഗം ഇതിനുള്ളിൽ ചേരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം മാധ്യമങ്ങളോടൊന്ന് വിശദമായി ഇന്നത്തെ ഈ ഓപ്പറേഷനെ പറ്റിയൊക്കെ പറയാൻ പോകുന്നു വേണു. ഇത് ഇങ്ങോട്ട് അറിയിച്ചാണ് ദൗത്യസംഘം ഇന്ന് അല്പസമയം കൂടി കഴിഞ്ഞ് മാധ്യമങ്ങളെ കാണുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ നേരത്തെ തന്നെ ദൗത്യസംഘം മാധ്യമങ്ങളെ കാണാൻ തീരുമാനിക്കുകയാണ്. ഈ ഡ്രോൺ പരിശോധനയുടെ കൂടുതൽ വിശദാംശങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയി പറയുക തന്നെയാണ് ഈ ദൗത്യസംഘത്തിന്റെ ലക്ഷ്യം എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് ഈ സമയം വരെ നേവിയുടെ ഡൈവിംഗ് സംഘത്തിന് ഈ പുഴയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഈ വാഹനഭാഗങ്ങൾ കണ്ടു എന്ന് സംശയിക്കുന്ന ആ ഭാഗത്തേക്ക് ഇറങ്ങി പരിശോധിക്കാൻ കണ്ടിട്ടില്ല. ഈ ദൗത്യം ഇനി ഒരടി മുന്നോട്ട് നീങ്ങണമെങ്കിൽ നേവിയുടെ ഡൈവർ സംഘം അങ്ങോട്ടേക്ക് ഇറങ്ങി പരിശോധന നടത്തിയാലേ മതിയാവുകയുള്ളൂ. അത് ഈ ഡ്രോൺ സംഘം ഇനി എത്ര ഡേറ്റ, ഏതൊക്കെ തരത്തിലുള്ള ഡേറ്റ കൊടുത്താലും ഈ ദൗത്യം മുന്നോട്ടേക്ക് നീങ്ങണമെങ്കിൽ ഡൈവേഴ്സിന് അതിനകത്തോട്ട് ഇറങ്ങണം. അപ്പോൾ ഈ കനത്ത കുത്തൊഴുക്കാണ്. ആ കുത്തൊഴുക്കിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ ആ കുത്തൊഴുക്ക് തുടരെ തന്നെ ഉണ്ടാക്കുന്ന ഒരു ബി പ്ലാനെ പറ്റി നമ്മൾ രാവിലെ മുതൽ കേട്ടിരുന്നു. അതിനുവേണ്ടിയുള്ള ചില ചർച്ചകൾക്ക് MLA-മാരും ജനപ്രതിനിധികളും ചില ഉദ്യോഗസ്ഥരും നേതൃത്വം നൽകുന്നതായുള്ള വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നു. അതിൻ്റെ അടക്കമുള്ള അങ്ങനെ ബി പ്ലാൻ ഉണ്ടോ? ബി പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ടണൽ നിർമ്മാണം അടക്കം, ഈ നദിയുടെ ഒഴുക്കിനെ തടഞ്ഞു നിർത്താൻ ടണൽ നിർമ്മാണം അടക്കം, ആർമിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ഉപയോഗിക്കുന്ന തീരുമാനമടക്കത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോൾ ഉണ്ടാകും. എന്തായാലും ഈ ദിവസത്തെ ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും നിർണായകമായ 10ാം ദിവസത്തെ ഈ ദൗത്യത്തിൻ്റെ വിശദാംശങ്ങൾ പറയുകയാണ് ദൗത്യസംഘത്തിൻ്റെ വാർത്താ സമ്മേളനം. അല്പസമയത്തിനകം ദൗത്യസംഘത്തിൻ്റെ വാർത്താ സമ്മേളനം ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴും ഈ നദിയിലെ അടിയൊഴുക്കിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്, നദിയിലെ അടിയൊഴുക്ക് കുറയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അല്പസമയം അത് കുറഞ്ഞു നിന്നിരുന്നു. ഇന്നലെ കാർവാർ എസ് പി നമ്മളോട് പറഞ്ഞത് 20 നോട്ടാണ് ഈ നദിയിലെ ആഴത്തിലെ അടിയൊഴുക്ക് എന്നുള്ളതാണ്. 2 to 3 നോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നേവിയുടെ ഡൈവർ സംഘത്തിന് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ അത് 15 താഴേക്ക് വന്നതാണ്. വീണ്ടും 15 താഴേക്ക് വന്നതിന് ശേഷം അത് വീണ്ടും പിന്നെയും ആ കുത്തൊഴുക്ക് പിന്നെയും കൂടുന്ന സാഹചര്യം അവിടെ ഉണ്ടായി. അതിന് കാരണം ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഈ മലയോര മേഖലകളിൽ മഴ പെയ്തിരുന്നില്ല. അതിനുശേഷം പല സ്ഥലങ്ങളും മഴ പെയ്യുന്നു എന്നാണ് അറിവ്. അതുകൊണ്ട് ഈ നദിയിലേക്കുള്ള ഇൻഫ്ലോ കൂടുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ കുത്തൊഴുക്ക് കൂടുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നേവി ഡൈവർ സംഘത്തിൽ ഇറങ്ങുക അസാധ്യമാണ്. 2 to 3 നോട്ടിൽ നിന്ന് 20 നോട്ട് എന്ന് പറയുന്ന അന്തരം വളരെ ഭീകരമാണ്. എന്ന് പറഞ്ഞാൽ അതിഭീകരമായ ഒഴുക്കാണ്. ഇപ്പോഴും ഇറങ്ങാൻ കഴിയുന്നില്ല. ഇറങ്ങിയാൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള ആ ദൗത്യത്തിന് മുന്നോട്ടേക്ക് പോക്ക് നടക്കുകയുള്ളൂ. അത് അടുത്ത കാലത്ത് അത് കുറയുമെന്ന് കരുതാനും കഴിയില്ല വേണു. കാര്യം ഇപ്പോഴും മഴ ഇങ്ങനെ അന്തരീക്ഷം ഇങ്ങനെ ആകാശം ഇങ്ങനെ കാറ് കൊണ്ട് കിടക്കുകയാണ്. ഏത് സമയവും അതിശക്ത മഴ പെയ്യാം. ഇനി ഇവിടെ മഴ പെയ്തില്ലെങ്കിൽ കൂടിയും മലയോര മേഖലകളിലൊക്കെ ഇപ്പോഴും ഒറ്റപ്പെട്ട വലിയ മഴകൾ പെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രാദേശിക മാധ്യമപ്രവർത്തകർ പറയുന്നത്. അപ്പോൾ ഈ നദിയിലെ കുത്തൊഴുക്ക് ഒഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് 2 to 3 എത്തിയിട്ട് നേവിയുടെ സംഘത്തിന് അങ്ങോട്ടേക്ക് ഇറങ്ങൽ കാത്തിരുന്നാൽ അത് വല്ലാതെ നീളാനുള്ള സാധ്യത ഈ ദൗത്യസംഘം വിലയിരുത്തുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചേരുന്ന യോഗത്തിലൊക്കെ വിലയിരുത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് വേണു. അപ്പോഴാണ് ബി പ്ലാന്റെ പ്രസക്തി, ആ ബി പ്ലാൻ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ആലോചന നടക്കുകയാണ്. ടണലുകൾ നിർമ്മിച്ച് ഇപ്പോൾ പാലങ്ങളൊക്കെ നിർമ്മിക്കുന്ന ആർമിക്ക് അത്തരത്തിൽ ഈ താൽക്കാലികമായി ഈ നദിയുടെ ഒഴുക്ക് അല്ലെങ്കിൽ ഈ കുത്തൊഴുക്കിൻ്റെ ശക്തി കുറയ്ക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ കുറച്ച് കാലതാമസം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ സംവിധാനങ്ങൾ വെച്ച് ആ പ്ലാൻ നടപ്പാക്കാനുള്ള ആലോചനകൾ ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട്
എന്ന് കേൾക്കുന്നുണ്ട്. കാര്യം ഈ ദൗത്യം ഇങ്ങനെ അനന്തകാലത്തേക്ക് നീട്ടൽ അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഏറ്റവും എളുപ്പമുള്ള വഴി എന്നതിലേക്ക് ആലോചന പോകുന്നു. അത് ഇന്ന് ഈ ദിവസം നദിയിലെ കുത്തൊഴുക്ക് കുറയുമെന്ന പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് നാവികസേനയ്ക്കും വളരെ കൃത്യമായി തന്നെ ഉണ്ടായിരുന്നു. അതിന് കാരണം ഈ പറയുന്ന കാലാവസ്ഥാ പ്രവചനം കൂടിയായിരുന്നു. കാലാവസ്ഥാ പ്രവചനം മഴ കുറയും, ഓറഞ്ച് അലർട്ട് മഴ ഇന്നലെ രാത്രി മഴ കുറയുമെന്ന് തന്നെയായിരുന്നു. മഴ പക്ഷേ ഇവിടെ കുറവാണ്. പക്ഷേ ഇവിടെ കുറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. മലയോര മേഖലകളിലെ മഴയാണ് നിൽക്കേണ്ടത്, വൃഷ്ടിപ്രദേശങ്ങളിലെ മഴയാണ് നിൽക്കേണ്ടത്. ആ മഴ അങ്ങനെ കാര്യമായി നിൽക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എന്താണ് പ്ലാൻ എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ആലോചനകൾ നടക്കുകയാണ്. അത് മാധ്യമങ്ങളോട് തുറന്നു പറയാൻ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കാൻ ദൗത്യസംഘത്തിൻ്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തുടങ്ങാൻ പോകുന്നു. ഇന്നലെ തന്നെ അവർ പറഞ്ഞിരുന്നതാണ് നിങ്ങളോട് 2 മണിക്കൂർ ഇടപെട്ട് അപ്ഡേറ്റ്സ് തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഒരു അപ്ഡേറ്റ് ഇതുവരെ അങ്ങനെ ഉണ്ടായില്ല. അതാ ദൗത്യസംഘം ഇങ്ങോട്ടേക്ക് അല്പസമയത്തിനും എത്തുന്നുണ്ട്. SP ഉണ്ടാകും, ജില്ലാ കളക്ടർ ഉണ്ടാകും, ജനപ്രതിനിധികൾ 2 MLA മാർ AK അഷ്റഫ് MLA-യും കാർവാർ MLA-യും ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഈ പറയുന്ന ഇപ്പോൾ അല്പസമയം മുൻപ് നമ്മൾ സംസാരിച്ച എല്ലാവിധ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അല്പസമയത്താകും നമുക്ക് വാർത്താ സംഘത്തിൽ ദൗത്യസംഘത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷ. ഈ ദൗത്യത്തിന്റെ ഭാവി എന്തെന്ന ചോദ്യത്തിന് ഉത്തരം അല്പസമയത്തിനകം വേണു.